നമസ്കാരം. 90s കപ്പിളിൻ്റെ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 67-ാം ദിവസം അല്ലേ? 67-ാം ദിവസത്തിലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ചില അപ്ഡേറ്റ്സ് ആണ്. എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പല കാര്യങ്ങളിലും ഇല്ല, എപ്പിസോഡിനകത്ത് ഇല്ല, ലൈവിലുള്ള പല കാര്യങ്ങളും മിസ്സിംഗ് ആണ്. അതും പല വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ്സിംഗ്. പലരുടെയും നമ്മുടെ ഡബിൾ ഫേസ് ഇന്ന് നമുക്ക് റിവീൽ ആയിട്ടുണ്ട്. ഈ നമ്മുടെ ലൈവ് കാണാത്തവർക്ക് ഭയങ്കര നഷ്ടമായി പോയിട്ടുണ്ട്. ഇന്ന് എപ്പിസോഡ് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ കൊടുത്തിട്ടില്ല. ലൈവ് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇതായിട്ടാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നടന്നതെന്ന് ഞങ്ങൾ അവിടെ. ഇപ്പം ഇന്നത്തെ ഹൗസിലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്നുകൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് പേര് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഏകദേശം 4 പേരല്ലേ, 4 പേര്. ഇന്ന് അതിന് ശേഷമായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളും ആ റൗണ്ട് പൂർത്തിയാക്കി. ആ ടാസ്ക് ഇന്നുകൊണ്ട് അവസാനിച്ചു. അപ്പം നമുക്ക് തുടക്കത്തിലെ കാര്യങ്ങളെക്കുറിച്ച് വരാം. ഇപ്പം പുറത്ത് PR കുറിച്ചൊക്കെയാണല്ലോ കാത്തു നിൽക്കുന്നത്. അതൊക്കെ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പാട്ടിന് മുമ്പ്, അതായത് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് തുടക്കത്തിൽ കാണിക്കുന്നത് രാവിലെ 7 മണിക്ക് ആദില നൂറ പുറത്തിരുന്ന് ഒരു കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ അനീഷ് നേരത്തെ എഴുതുന്നുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അവർ പുറത്തിരുന്ന് സംസാരിക്കുന്നതാണ് തുടക്കം കാണിക്കുന്നത്, നമ്മുടെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ലൈവിനകത്ത് രാവിലെ എണ്ണിച്ചിട്ട് അനീഷ് അവരോട് ചോദിക്കുന്നുണ്ട്. അതായത് ആദില നൂറ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് രാവിലെ എണ്ണിക്കാനൊക്കെ അറിയാമല്ലേ? നമ്മൾ സാധാരണ എല്ലാ എപ്പിസോഡും തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗിലെ ആ പാട്ട് കേട്ട് എല്ലാവരും ഉണരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദിലെ നൂറയൊക്കെ പലപ്പോഴും ബെഡിലായിരിക്കും. ബെഡിൽ നിന്ന് ഈ പാട്ട് കേട്ടാണ് ഉണരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം അനീഷ് അത് വെച്ചായിരിക്കണം ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാനും കഴിയുമല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ വന്ന് വിളിക്കാനായിട്ട് നിങ്ങൾ മനഃപൂർവ്വം കട്ടിലേക്ക് കിടക്കുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതാണ് തുടക്കം. ഇന്നത്തെ ദിവസത്തിന്റെ ഫസ്റ്റ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ ചോദിച്ചത് അത് നോർമൽ രീതിയിലാണ് ചോദിക്കുന്നത്, ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ അവര് തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ വരുമ്പോൾ ഈ അനീഷും തിരിച്ചതിന് മറുപടി പറയുന്നുണ്ട്. അപ്പൊ അവിടെ സംസാരിക്കുന്നത് PR കുറിച്ചും പിന്നെ അതുപോലെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചും പിന്നെ കൊളാബ് ചെയ്തതിനെ ഹൗസിലേക്ക് വരുന്നതിന് മുമ്പുള്ള കൊളാബിനെ കുറിച്ചൊക്കെയാണ് പിന്നെ നമ്മുടെ ആദിലയും നൂറയും അനീഷിനോട് തിരിച്ച് ചോദിക്കുന്നതും. അന്നേരമാണ് ആദില പറയുന്നത്, നമ്മുടെ അനീഷിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അനീഷിൻ്റെ സ്വന്തം പേരിലുള്ള നെൽപ്പാടങ്ങളൊക്കെ വിറ്റിട്ട് PR 2.5 ഏക്കറിന്റെ സ്ഥലം വിറ്റ് 70 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടാണ് PR കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. വെറുതെ തമാശ പറഞ്ഞതാവാം. അത് തമാശ രീതിയിൽ അതെങ്ങനെയുണ്ട് എന്ന് അതിന് ചോദിക്കുന്നുണ്ട്. അനീഷേട്ടനോട് വന്നിരിക്കുന്നത് 2.5 ഏക്കർ നെൽപ്പാടം വിറ്റ് 70 ലക്ഷം രൂപ PR കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അത് പറയാൻ കാരണം ആദ്യം അപ്പൊ അനീഷ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കും PR കാര്യം കുറേ പറയുന്നുണ്ട്, നിങ്ങൾ കൊളാബ് ചെയ്തിട്ടില്ലേ, നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് കൊളാബല്ലേ, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് പറഞ്ഞത്. അതിനെന്താ അനീഷേട്ടന് എന്തുവാ അസൂയാണോ കുശുമ്പാണോ അങ്ങനെയൊക്കെ ചോദിച്ചാണോ? അങ്ങനെ വരുന്നതിനകത്ത് എനിക്ക് താല്പര്യവുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല എന്നാണ് അനീഷ് പറയുന്നത്. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഷാനവാസ് ഒന്ന് ആദിലോട് ചോദിക്കണം എന്താ സംഭവം നമുക്ക്. അപ്പോൾ ആദില പറയുന്നുണ്ട്, അപ്പോൾ നൂറ വെറുതെ രാവിലെ ചൊറിയോ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു, അല്ല ചേട്ടാ നമ്മൾ കൊളാബിന്റെ കാര്യം PR കാര്യമൊക്കെ പറയുക, അതെന്താ ഇപ്പൊ നീ അതെന്തിനാ ഷാനവാസ് ഇവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞ് ഷാനവാസ് ഇടയ്ക്ക് കയറുന്നുണ്ട്. അത് എപ്പിസോഡിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അനീഷും ഷാനവാസും ആദില നൂറ ഇങ്ങനെ ഇവർ 3 പേരും കൂടെ നല്ല രീതിയിലൊരു 4 പേരും കൂടെ നല്ല രീതിയിലൊരു സംസാരം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ആദില നൂറ ഷാനവാസ് ഇവർ അനീഷിനെ നിന്ന് ഫയർ ചെയ്യുകയാണ്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, നിന്റെ പല കള്ളത്തരങ്ങളും അത് നിന്റെ സ്ട്രാറ്റജിയാണ് എന്ന്, അത് ഞങ്ങൾ പൊളിച്ചു കൊടുക്കും, ജനങ്ങൾ നിന്നെ വിശ്വസിക്കത്തില്ല,
എന്നൊക്കെയുള്ള രീതിയിലാണ് അനീഷിനെ പറയുന്നത്. ഈ കള്ളത്തരം പറയുകയാണ്. പിന്നെ പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചാൽ നമ്മുടെ അനുമോളുടെ കേസ് ഇവിടെ ഷാനവാസ് അനീഷിനോട് ചോദിക്കുകയാണ്. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. എപ്പിസോഡിൽ അവർ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ലൈവ് കണ്ടവർക്കറിയാം. അതായത് ആദിലയാണ് പറയുന്നത്, ചേട്ടാ പുറത്തുള്ള ഒരു അമ്മയുടെ ശാപം കൂടെ നിങ്ങൾക്ക് കിട്ടും. പുറത്തുനിന്ന് വന്ന അനുമോളുടെ അമ്മ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ PR ഇതുപോലെ അനുമോളെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന്. അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ അങ്ങനെ എനിക്കൊരു PR-നെ പറ്റി എനിക്ക് അറിയില്ല. ഷാനവാസ് പറയുകയാണ് എൻ്റെ പെങ്ങളുട്ടിയെയാണ് നീയും നിന്റെ ആൾക്കാരും കൂടെ പുറത്ത് വലിച്ചു കീറുന്നത്. അത് അനുവദിക്കത്തില്ല. നീ PR സെറ്റ് ചെയ്ത് നിന്റെ ആർമിനെ സെറ്റ് ചെയ്ത് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനെ കൊണ്ട് സമ്മതിക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഷാനവാസ് അനീഷിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് റേസ് ആകുവാണ്. നീ എനിക്ക് മരുന്നൊന്നും എടുത്ത് തരേണ്ട അന്നേരമല്ലേ പറയുന്നത്. മരുന്നിന്റെ കാര്യം പറയുന്നുണ്ട്. നീ ഏറ്റവും വലിയ ഫ്രോഡാണെന്നൊക്കെ ആണ് ഷാനവാസ് അനീഷിന്റെ അടുത്ത് പറയുന്നത്. ഈ അകത്ത് നിൽക്കുന്ന അനീഷ് ഏതാണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതുപോലാണ് ഷാനവാസ്. ഒട്ടും ബോധമില്ലാതെ ചിന്തിക്കുന്ന പോലെ സംസാരിക്കുന്ന അനീഷ്. അത് അകത്തിരിക്കുന്ന അനീഷ് എങ്ങനെയാണ് ഈ പുറത്തിറക്കുന്ന സംഭവങ്ങളെ പറ്റി അറിയുക? ഷാനവാസ് എന്ത് അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ ഷാനവാസ് ഒരു ലോക തോൽവിയായിട്ട് നമുക്ക് തോന്നുന്നു കേട്ടോ. ഒരു നായകനിൽ നിന്ന് അദ്ദേഹം താഴ്പോട്ട് കൂപ്പി കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു അറിയാം ഷാനവാസിന്റെ ഗെയിമൊക്കെ. പക്ഷെ ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി ഷാനവാസ്. ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു ഡബിൾ ഫേസ് നിൽക്കുന്ന വ്യക്തിയാണ്. ഡബിൾ ഫേസിൽ നമ്മൾ ഇത്രയും നാല് കണ്ടിരിക്കുന്ന സിംഗിൾ ഫേസ് ആണെങ്കിൽ ഇപ്പോൾ അതിന്റെ മറുവശം നമുക്ക് കറക്റ്റായിട്ട് അദ്ദേഹം കാണിച്ചു തരികയാണ് ചെയ്തത്. ഷാനവാസ് ഫാമിലി വീക്കിന് ശേഷമായിട്ടും ഷാനവാസിന്റെ ഗെയിം ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ഷാനവാസ് ഈ അനീഷും തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് വളരെ ഫേക്ക് ആയിരുന്നു എന്നുള്ള കാര്യം 100% നമുക്ക് ഉറപ്പാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. എപ്പിസോഡ് കണ്ടവർക്ക് പക്ഷെ അതൊരു കുറച്ചുകൂടെ അത് ഇതാകണമെന്നില്ല, കണക്ട് ആകണമെന്നില്ല. ലൈവ് കണ്ടവർക്ക് അത് പക്കായിട്ട് മനസ്സിലാക്കും. പിന്നെ നമ്മുടെ ആ പാട്ട് വരുമ്പോൾ രാവിലെ മോർണിംഗ് സോങ് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഉണ്ട്. അന്നേരം അനീഷ് അവിടെ നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. മറ്റേത് അവരുടെ കൂടെ ഡാൻസ് കളിക്കും, അദ്ദേഹം എൻജോയ് ചെയ്യും. സുപ്രഭാതം ബിഗ് ബോസ് ഇന്ന് ഞാനത് മിസ് ചെയ്യും അദ്ദേഹത്തിന്. സുപ്രഭാതം ബിഗ് ബോസ് ഇന്ന് നമ്മൾ ആ ഒരു മോർണിംഗിലെ പാട്ടിനകത്ത് മിസ് ചെയ്തു. ഞാൻ ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനലിനകത്ത് ആ രാവിലത്തെ പാട്ടിടുന്ന ഭാഗം ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കി കാണാം. അപ്പോൾ അതിനകത്ത് അനീഷ് ഇങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സൈലൻ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അദ്ദേഹം ഒന്ന് ഇതായിട്ട് നിൽക്കുക. നമുക്കറിയാം വേസ് ഉണ്ട്. അപ്പം അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേരുടെ കമൻറ്റ് ഞാൻ കണ്ടു. ഇദ്ദേഹം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുവാണെന്ന് തോന്നുന്നു, നിൽക്കുന്ന കണ്ടില്ലേ, എന്ത് ആക്ടിങ് ആണെന്നുള്ളത്. പക്ഷെ അങ്ങനെ പറയുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അതേ ഒരു കുറച്ചു നേരം മുന്നേ അദ്ദേഹത്തെ എടുത്തിട്ട് ഷാനവാസും ആദില നൂറയും ചെയ്ത് പറഞ്ഞ പറച്ചില്ല അമ്മാതിരിയാണ്. കാരണം പക്ഷെ അനീഷ് അവിടെ ചിന്തിക്കുന്നില്ല, ഇത് എൻ്റെ ഫ്രണ്ട് എന്താണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്നെ ഞാൻ വലിച്ചു കീറും, നീ എന്തുവാ, നീ ഫ്രോഡാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഷാനവാസ് അവിടെ പറയുന്ന കുറേ കാര്യങ്ങൾ തീർത്തും ലോജിക്കില്ലാത്ത കാര്യങ്ങൾ. അപ്പം ഷാനവാസ് ഇപ്പം അനീഷിനെ വലിച്ചു കീറി അനീഷിൻ്റെ മുഖം പുറത്ത് കൊണ്ടുവന്നൊക്കെ വേറെ കുറച്ചെടുത്തൊക്കെ ഞാൻ കണ്ടു. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തേ, ഈ ഇപ്പം പുറത്തെ കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, അത് വിട്ടു. പുറത്തെ കാര്യങ്ങൾ അകത്ത് നിൽക്കുന്നവർക്ക് അറിയേണ്ട കാര്യമില്ല. അവരെങ്ങനെയാണെന്ന് വെച്ചാലും ഫാമിലി വീക്ക് വന്നെന്ന് പറഞ്ഞാലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും ഒന്നും പറയാനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു പൊടിക്കും തൊങ്ങലിനും ഒക്കെ വെച്ച് ചെറിയ രീതിയിലൊക്കെ ഒരു സൂചന കൊടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഷാനവാസ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അനുമോളെ അറിഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യാനെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് അനുമോളെ ഇഷ്ടമല്ല, നിങ്ങൾ അത് അവരുടെ കൂടെ പോയി ഇരിക്കരുതെന്ന് അതിലോടും നൂറോടും പറഞ്ഞ വ്യക്തി ഇന്ന് രാവിലെ പറയണേ എൻ്റെ പെങ്ങളെ നീ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഞാൻ അനുവദിച്ച് തരത്തില്ല അനീഷ്. അത് അനീഷ് ഹൗസിനുള്ളിൽ നിന്നിട്ട് വിളിച്ചു പറയുന്നത് പോലാണ് ഷാനവാസ് പറയുന്നത്. അനീഷ് ഹൗസിനകത്തിരിക്കുന്ന അനീഷിന് എങ്ങനെ അറിയാൻ പറ്റും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ? അപ്പോൾ ഷാനവാസ് വാദിക്കുന്നത് നീ പുറത്തുനിന്നേ ആദ്യം PR സെറ്റ് ചെയ്ത് ആർമിക്കാരെ ഉണ്ടാക്കി അങ്ങനെ വ്യക്തിഹത്യ ചെയ്ത് എന്തുകൊണ്ട് നീ അത് അറേഞ്ച് ചെയ്തു
നടക്കുന്നു, നിന്റെ ആ കളി ഞങ്ങൾ ഇവിടെ സമ്മതിക്കത്തില്ലെന്നൊക്കെയുള്ള രീതിയിലാണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. സത്യം പറഞ്ഞാൽ ഷാനവാസ് ഇത്രയും പൊട്ടനായിരുന്നെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നാണ് മനസ്സിലായത്. സാധാരണ ഒരു 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 ഇപ്പം നമുക്ക് ഹൗസിൽ നോക്കിയാൽ നമുക്ക് കാണാം, അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നത്, ഒരു അവിടെ ഈ ഹൗസിനുള്ളിൽ ഈ ആണുങ്ങൾക്കിടയിൽ ഒരു ക്യാരക്ടർ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ട്. നമ്മൾ അതായത് ഒരു ഹീറോയിൽ നിന്നും വില്ലനിലേക്ക് ഒരാൾ ട്രാൻസ്ഫോം ആയപ്പം മറ്റൊരാൾ വില്ലനിൽ നിന്നും ഹീറോയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അതിനകത്ത് ഒന്ന് നമ്മുടെ ഷാനവാസാണ്. അദ്ദേഹത്തെ ഒരു ഹീറോ പരിവേഷത്തിലായിരുന്നു പുറത്തും ഒരു 40 ദിവസം 45 ദിവസം അല്ലെങ്കിൽ 50 ദിവസം പോട്ടെ 50 ദിവസം വരെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഹീറോ ഇമേജിൽ നിന്നൊരു വില്ലനിലേക്ക് മാറുകയും അതുവരെ വില്ലനായിരുന്ന ഒരു വ്യക്തി ഹീറോയിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ അക്ബറാണ്. അദ്ദേഹം എന്ത് നന്നായിട്ട് ഇപ്പൊ കളിക്കുന്നത്. ഞാൻ പറയാം, നമ്മുടെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് അക്ബർ പോയിട്ടുണ്ട്. പണ്ട് ഈ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ റിവ്യൂ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് മുതലേ കണ്ടത് കൊണ്ട് ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് അപ്പാനിയുമായിട്ടൊക്കെയുള്ള ആ ഒരു കോംബോ അക്ബറിന് ശരിക്കും അവരൊരു ഗ്രൂപ്പിസമാണെന്നൊക്കെയുള്ള രീതി നമുക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കിവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു വ്യക്തിയെ ആദ്യമേ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഷാനവാസിനെ കരുതി വെച്ചെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ വെറുക്കപ്പെടുന്ന ഒരു കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം മോശമായിരുന്നു അക്ബറിൻ്റെ. അപ്പോൾ നമ്മളത് അദ്ദേഹത്തെ പാടെ നമ്മൾ വെറുപ്പിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചപ്പോൾ പിന്നെ വരുന്ന വെച്ചാൽ പിന്നെ അദ്ദേഹം ചെയ്യുന്നത് എന്തിനേ നമ്മൾ വെറുപ്പിൻ്റെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതി കാണാൻ വന്നതിന് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതല്ല എന്ന് അദ്ദേഹം ഓരോ നിമിഷവും തെളിയിച്ച് ഈ 67-ാം ദിവസം നിൽക്കുമ്പോൾ അദ്ദേഹം നല്ല ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. ഓരോ നിമിഷം ഒരു വില്ലനിൽ നിന്ന് ഒരു നായകനായിട്ട് മാറിയ ഫീൽ എനിക്ക് തോന്നുന്നത് അക്ബറിനെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ഗെയിം. നല്ല അടിപൊളിയായിട്ടാണ് ഗെയിം ഇംപ്രൂവ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അക്ബർ. നിലപാടൊക്കെ നമുക്ക് നേരത്തെ അക്ബർ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രാവശ്യം വന്ന കുഴപ്പം അദ്ദേഹം കുറെ നല്ല അഗ്രസീവ് ആയിരുന്നു. ആ ഒരു കൺട്രോളായി എന്ന് അത് കൺട്രോൾ ചെയ്തപ്പോൾ അനീഷ് ഷാനവാസ് കോംബോ പുറത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണെന്നുള്ള രീതി നല്ല രീതിയിൽ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡ്രാമ അത് എക്സ്പോസ് ആയിട്ടുണ്ട്. പക്ഷെ അനീഷ് അതൊരു ഒരു നല്ല രീതിയിലായിരുന്നു കണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഷാനവാസ് അതിനെ മിസ്യൂസ് ചെയ്യുകയായിരുന്നു എന്ന് ഇപ്പോൾ ഷാനവാസ് അവിടെ ചെയ്ത് കൂട്ടുന്നതിനകത്തെല്ലാം നമുക്ക് മനസ്സിലാകും. ഈ ഷാനവാസിൻ്റെ ഈ ഗെയിമിനകത്തോട്ട് എപ്പോൾ ആദില നൂറ ഇൻ ചെയ്തോ അന്നേരമേ ഷാനവാസിൻ്റെ ഗെയിം അവിടെ ഡൗൺ ആയി തുടങ്ങി. അവിടെ ഇന്ന് അനീഷ് പറയുന്നുണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡാൻസ് മാരത്തൺ കഴിഞ്ഞു നല്ല പ്രോഗ്രാം ആയിരുന്നു, എല്ലാവരും നന്നായിട്ട് കളിച്ചു. അതിൽ ബിഗ് ബോസ് പറഞ്ഞത് അവർക്കെല്ലാം കോയിൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കോയിൻസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഡാൻസ് കഴിഞ്ഞവർ ഓരോരുത്തരും ആ സ്റ്റേജിൽ വന്ന് അവരവരുടെ ഡാൻസിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾ കോയിൻ ചോദിക്കുക. കോയിൻ എല്ലാവരോടും ചോദിക്കുക. അവർ തരുന്നത് എത്രയാണോ അത് നമുക്ക് അങ്ങനെ 10 കോയിൻ വെച്ച് ഒരു കണ്ടസ്റ്റന്റിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് കടന്നു വന്ന് ഓരോരുത്തർക്കും നിങ്ങൾ അവരുടെ പെർഫോമൻസിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻ കൊടുക്കാം എന്നായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. അപ്പം അനീഷ് വന്നിട്ട് അനീഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ കോയിൻ മേടിക്കണം. അതായത് ഈ കണ്ടസ്റ്റന്റുകൾ വന്നിട്ട് കോയിൻ ആവശ്യപ്പെടണം. ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ എനിക്കില്ല, അതുകൊണ്ട് ഈ കോയിൻ തരണം എന്ന് വരെ പറയാനേ പറ്റുള്ളൂ. എത്ര തരണം, എങ്ങനെ തരണം, ആരൊക്കെ തരണം ഒന്നും പറയാനൊക്കില്ല. അത് അവിടെ ഇരിക്കുന്നവരുടെ ഇഷ്ടമാണ്. അങ്ങനെ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് അനീഷാണ് വരുന്നത്. ഫസ്റ്റ് അനീഷാണ് വരുന്നത്. അനീഷിന് 9 കോയിൻസ് കിട്ടുന്നുണ്ട്, 8 കോയിൻസ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നിവിൻ വരുന്നുണ്ട്. നിവിന് 9 കോയിൻസ് കിട്ടുന്നുണ്ട്. പിന്നെ മൂന്നാമത് വരുന്നത് നമ്മുടെ ഷാനവാസാണ്. അദ്ദേഹത്തിന് 10 കോയിൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അവിടെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അനീഷ് വന്ന് ആദ്യം പറയുമ്പോൾ അനീഷ് ഇതുപോലെ പറയുന്നുണ്ട്, ഞാൻ ഇന്ന രീതിയിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ കോയിൻ തരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ കോയിൻ കൊടുത്തത് ഓരോ കോയിൻ വെച്ച് ഏകദേശം 8 പേര് കൊടുത്തു. അതിനകത്ത് കോയിൻ കൊടുക്കാതിരുന്ന 2 പേര്, ഒന്ന് ആദില ഒന്ന് ഷാനവാസ്. ഈ 2 പേര് അനീഷിന് കോയിൻ നിഷേധിച്ചു. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം
എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെയുള്ള രീതി ചോദിക്കാം. ഇപ്പം നമ്മൾ പറയാം ഷാനവാസ് എന്ന് പറയുന്ന ഒരാൾ അനീഷിൻ്റെ ഫ്രണ്ടാണെന്നാണ് വെപ്പ്. ആ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് കൊടുക്കാം. അദ്ദേഹം അവിടെ പറഞ്ഞു എനിക്ക് അനീഷിനെ എനിക്ക് ആ ക്യാരക്ടർ വിട്ട് അദ്ദേഹം പലപ്പോഴും പുറത്തു പോയി, എനിക്ക് അദ്ദേഹം അങ്ങനെ നിൽക്കുന്നതിന് തോന്നിയില്ല എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. ഇത് പക്ക ഇപ്പം അതൊരു പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഷാനവാസ് ഇപ്പം അനീഷിനെ പൊളിക്കാനെ കൊണ്ട് നടക്കുക. അനീഷിനെ പൊളിക്കാൻ നടന്ന് സത്യം പറഞ്ഞാൽ ഷാനവാസ് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഷാനവാസ് പൊളിഞ്ഞ് കീറിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഷാനവാസ് അനീഷിനെ പൊളിക്കാനെ കൊണ്ട് നടക്കുക. ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ ഷാനവാസിൻ്റെ ഈ പന്ന കറുത്ത മുഖം മൂടി ഇനി അധികം നാൾ അവിടെ നിൽക്കത്തില്ല. ആൾക്കാരുണ്ട് ടോപ്പ് 5 ചിലപ്പോൾ വരുമായിരിക്കും, കാരണം സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പൊന്ന് ഷാനവാസെ ഇമാതിരി കളി. അതിന് ഷാനവാസ് അനീഷ് വേറെ ഒരു ഇൻസിഡൻറ്റിൽ ക്യാമറയെ നോക്കി പറയുന്നുണ്ട്, ഞാൻ ഈ PR-ഉമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പം ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണത്തില്ല. എന്ത് വന്നാലും അനീഷിന് അത്യാവശ്യം സപ്പോർട്ട് പുറത്തുണ്ട്, അത് നമുക്കറിയാം. ഷാനവാസിനും ഉണ്ട്. അപ്പം ഷാനവാസ് ക്യാമറയിൽ പിന്നെ നോക്കി പറയും, ജനങ്ങളെ നിങ്ങളെ ഇവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഇത്രയും നാളും പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ഈ കള്ളത്തരം ഫ്രോഡ് തരം നിങ്ങൾ ഒരിക്കലും കാണരുത്. അത് തന്നെയാണ് ഷാനവാസിനോടും പറയാനുള്ളത്. ഷാനവാസ് ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്, അതും മലയാളി പ്രേക്ഷകരാണ്. അവരുടെ ഈഗോയെ നിങ്ങൾ ഹർട്ട് ചെയ്യരുത്. കാരണം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര PR സെറ്റ് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാലും ഈ ഒരു ആൾക്കാരുടെ മനസ്സിലേക്കുണ്ടല്ലോ ഈ ഒരു സംഭവങ്ങൾ അങ്ങോട്ട് കയറിയാൽ പിന്നെ ആ ഒരു അനീഷിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ കുത്തനെ അങ്ങ് മേപ്പോട്ട് പോകും. അപ്പോൾ കുറച്ചൊക്കെ ഒരു ബുദ്ധി ഉപയോഗിച്ച് കളിക്ക്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് അല്പം കോമൺ സെൻസ് യൂസ് ചെയ്ത് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാവുന്നതുള്ളൂ. പക്ഷെ അദ്ദേഹം അവിടെ കോമൺ സെൻസ് എന്നുള്ള കാര്യം മാറ്റി വെച്ചിട്ട് പെങ്ങളൂട്ടിക്കാട് പിന്നെ സ്ട്രാറ്റജി പെങ്ങളൂട്ടി എന്നുള്ള ഒരു നിലപാടിൽ ഈ ഷാനവാസ് നിൽക്കുന്നതിന്റെ ഉദ്ദേശം സത്യം അതിനെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പെങ്ങളൂട്ടിയുടെ കാര്യം ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ടാസ്കിനിടയ്ക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഷാനവാസ് കൊടുക്കാതിരിക്കുന്ന ഷാനവാസ് പറയുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇത് ക്യാരക്ടറായിട്ട് തോന്നിയില്ല, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ആത്മമിത്രമാണെന്നല്ലേ പറയുന്നത്. എല്ലാവരും കൊടുത്തു. അവിടെ കൊടുക്കാതിരിക്കുന്ന ഷാനവാസും ആദിലയുമാണ്. നമുക്കൊരു കാര്യം ചോദിക്കും, ഇദ്ദേഹം നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഒരു നല്ല മിത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഇന്നലെ മുതൽ അദ്ദേഹം മുഖത്തെല്ലാം ചായവും പൂശി ആ വേഷവും അണിഞ്ഞ് അത് വിഴുതിഴൊക്കെ നടക്കുകയാണ്. നമുക്ക് അനീഷിനെ നമുക്കറിയാം, അദ്ദേഹം അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കുന്ന ഒരു വ്യക്തി ഒന്നുമല്ല. ഞാൻ അദ്ദേഹത്തിന് അവർക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ എന്തോ കാണണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഡാൻസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം കളിക്കത്തില്ല നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും പെർഫോം ചെയ്യുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഡാൻസ് ഒന്നും കളിക്കാനെ കൊണ്ട് പക്ഷെ അത് കഴിഞ്ഞിടയ്ക്ക് പല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പല സംഭവങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും അത് ഷാനവാസും അനീഷും കൂടെ തമ്മിലുള്ള ഒരു കോംബോയിൽ പോലെയാണ് അത് വന്നത്. പലപ്പോഴും അവർ തമ്മിൽ മിങ്കിളായിട്ടാണ് ആ ഒരു സംഭവങ്ങൾ പലതും ചെയ്യുന്നത്. എന്നിട്ട് പോലും ഷാനവാസിന് അത് തോന്നിയില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരെണ്ണം കൊടുക്കായിരുന്നു. ആദില, ഷാനവാസ് ഇവർ രണ്ടുപേരും മാത്രമാണ് കൊടുക്കാതിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു തിരിച്ചിനി ഷാനവാസിന്റെ കേസ് വരുമ്പോ അനീഷ് ഷാനവാസാണ്. ഷാനവാസിന്റെ കേസിൽ അനീഷ് കൊടുക്കത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അനീഷ് കൊടുത്തു. പറയുന്ന കാര്യങ്ങളാണ് അവിടെ അദ്ദേഹം എന്ത് നല്ല ഗെയിമർ അല്ലെങ്കിൽ എന്തോ ഷാർപ്പായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വീക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ പോയിന്റ്സിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വേണമെങ്കിൽ ഞങ്ങൾ അനീഷ് സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ PR എന്നൊക്കെ വേണമെങ്കിൽ ചിലർക്ക് തോന്നാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാതെ കണ്ടന്റിന് വേണ്ടി മാത്രം അല്ലാതെ പേഴ്സണൽ ലൈഫോ എടുത്ത് ചൂഷണം ചെയ്തോ അല്ലാതെ അവരുടെ ലൈഫിൽ അങ്ങനെ കളിക്കുന്ന പേരിൽ ഒരാളാണ് അനീഷ്. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കോ, അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ പരദൂഷണം എന്നെ വരെ ഒരാടെ പറയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ പുറത്ത് ഇതുപോലെ സപ്പോർട്ട് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ കൂടെ ഒരു കോംബോ സൃഷ്ടിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ ആ മനുഷ്യൻ ചെയ്ത് കൂട്ടുന്നത് കാണുമ്പോൾ, ഷാനവാസ് എന്ന മനുഷ്യൻ ചെയ്ത് കൂട്ടുന്നത് കാണുമ്പോൾ സഹതാപം തോന്നും.
ഉരുകിപ്പോവുകയാണ്. കാരണം അനീഷ് എന്ന് കോയിൻ കൊടുത്തിട്ട് പറയുകയാണ്, എനിക്കിവിടെ ഇതിലിപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തുവാ, ഈ ഷാനവാസിൻ്റെ എനിക്ക് തരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഓരോ പോയിന്റ്സ് പറയുമ്പോൾ ഷാനവാസിന് ഞാൻ പറയുന്ന കേക്ക് എന്നൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നത് എനിക്കിനി ഒന്നും കേൾക്കണ്ട ഷാനവാസേ, ഇനി എനിക്ക് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണ്ട. നിങ്ങൾ പെങ്ങളുട്ടിക്കാടും ആങ്ങളെയും പെങ്ങളും കൂടെ കൂടി ഇവിടെ ഒരു കുടുംബം അങ്ങ് കളിക്കാനെ കൊണ്ടാണ് അന്വേഷിച്ച് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യങ്ങളെ കുറച്ച് നല്ല രീതിയിൽ വീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ട് ഹൗസിനുള്ളിൽ. അതായത് വൈകുന്നേരം അത് ലക്ഷ്മി നെവിനോടായിട്ട് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് അനീഷിനെ സംബന്ധിച്ച് അദ്ദേഹം പുറത്ത് PR സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നൊന്നും ലക്ഷ്മി വിശ്വസിക്കുന്നില്ല. അവിടെ ഗേൾസിന്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ അനുമോള് ആദ്യത്തെ വീക്കുകളിലൊക്കെ നല്ലൊരു പോസിറ്റീവ് ഫീമെയിൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അവസാനം ഇപ്പോൾ 67-ാം ദിവസം എത്തുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ലക്ഷ്മി ആ ഫെയിമിലേക്ക് വരികയും അനുമോള് ഇപ്പുറത്തേക്ക് സ്വാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മി കഴിഞ്ഞ ആഴ്ച വരെ ആ ഹൗസിൽ ഒരു വകയും ചെയ്യാതിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അവര് ഈ ആഴ്ചയിൽ കുറച്ചുകൂടെ ഓണായെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അവരിപ്പം ഈ രീതിയിലാണ് ഇപ്പം ലാസ്റ്റ് 2 ദിവസത്തെ രീതിയിലാണ് കളിച്ചു പോകുന്നതെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ് തമ്മിൽ സ്വാപ്പ് ആയിട്ടുണ്ട്. അനുവിന്റെ ലക്ഷ്മിയുടെ നമ്മൾ മുമ്പേ അക്ബറിന്റെയും ഷാനവാസിന്റെയും സെയിം സംഭവം പോലെ തന്നെ ഇപ്പൊ അവര് നമ്മുടെ എപ്പിസോഡ് മാത്രം കണ്ടാല് ചിലർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല. നമ്മൾ ലൈവും കൂടെ കണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം പറഞ്ഞത് ഇതൊരു എപ്പിസോഡ് റിവ്യൂ അല്ല, ഇന്നത്തെ ദിവസം ആ ഹൗസിൽ നടന്ന അപ്ഡേറ്റ്സുകൾ മാത്രമാണെന്ന് പറഞ്ഞത്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ചിലരുടെയൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീണ് തുടങ്ങി. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. പുറത്തിപ്പം അനീഷിൻ്റെയും PR-ഉം അനുമോടെ PR-ഉം തമ്മിൽ ഭയങ്കര വിഷയമാണെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അതിപ്പോൾ ഷാനവാസ് തന്നെ രാവിലെ അനീഷുമായിട്ടുള്ള ആ ഒരു സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൊച്ചിൻ്റെ ജീവിതം വെച്ച് നിന്റെ PR കളിക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഈ കൂട്ടത്തിൽ തന്നെ ഇവരെയൊക്കെ ഇവരുടെ ഇടയിൽ നിന്ന് കളിക്കുന്ന ഒരു PR ഗ്രൂപ്പാണ് നിലവിൽ ഷാനവാസിൻ്റേത്. അത് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായില്ലേ? ഷാനവാസിൻ്റെ PR ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ PR ആണെങ്കിലും ഫാൻസുകാരാണെന്ന് പറഞ്ഞാലും എത്ര പേര് പുറത്തുണ്ടെന്ന് പറഞ്ഞാലും അകത്ത് നിന്ന് കളിക്കുന്നവരുടെ കൺസിസ്റ്റൻസി അനുസരിച്ചാണ് അവിടുത്തെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആ പറഞ്ഞ ടാസ്കില് നമ്മുടെ ഏറ്റവും ഇടയ്ക്കൊരു 3/4 ഭാഗം എത്തുമ്പോൾ നമ്മുടെ അനുമോൾക്ക് 18 കോയിൻസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദിലയുടെ പെർഫോമൻസ് വരുമ്പോൾ നമ്മുടെ ഷാനവാസ് നൂറ അനുമോളാണ് ആദിലേക്ക് കൊടുക്കുന്നത്. വേറെ ആരും ആദിലേക്ക് കൊടുക്കുന്നില്ല. കാരണം ആ ഒരു കൊടുത്ത ക്യാരക്ടർ വെച്ചല്ല അവിടെ നിന്നിരിക്കുന്നത്. അന്നേരം അനീഷ് പറയുന്നുണ്ട്, ഇത് കണ്ട് ഇതാണ് പക്ക ഫേവറിസം അല്ലെങ്കിൽ അവിടെ ക്യാരക്ടർ പിടിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇങ്ങനെയാണ്. നിങ്ങൾ ഏത് ക്യാരക്ടർ നിൽക്കുന്നു ആ ക്യാരക്ടറിനകത്ത് നിന്ന് വേണം മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ. ഹൗസിലെ കാര്യങ്ങൾ പണികളെല്ലാം ചെയ്യുന്നത് ആ ക്യാരക്ടർ പിടിച്ചായിരിക്കും. അപ്പോൾ ഷാനവാസ് അനീഷിന് കോയിൻ കൊടുക്കാതിരുന്നതിൻ്റെ കാരണം അനീഷ് പലപ്പോഴും ക്യാരക്ടറിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളൊരു തോന്നലാണ് ഷാനവാസിനുണ്ടായത്. ആദില അവിടെ നിന്നത് ഈ പാർത്ഥം കണ്ട വരലോകത്തിനകത്തെ ആ ഒരു ക്യാരക്ടർ ബേസ് ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. ആദില അവിടെ നിന്ന് കളിച്ചത് ആ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ എന്ന നിലയിലാണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു രീതിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക്, അതും അതിലേക്ക് കിട്ടിയ കോയിൻസ് ആരൊക്കെ കൊടുത്തെന്നറിയാവോ? ഷാനവാസെ, നൂറ, പിന്നെ അതുപോലെ നമ്മുടെ അനു. പക്ക ഗ്രൂപ്പിസമാണ്. അത് തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഒന്ന് ബാക്കി പറ. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ അനുവിൻ്റെ കേസാണ്. അപ്പോൾ നമ്മുടെ ആര്യന് അവിടെ അനുവിന് 18 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ അനു അവിടെ വിചാരിക്കുക ഞാനാണ്, അപ്പോൾ എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ പവർ നമുക്ക് അടുത്ത വീക്കിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ടാസ്കിൻ്റെ പ്രത്യേകത.
അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ അവസാനം വന്നപ്പോൾ ആര്യൻ അവിടെ സ്കോർ ചെയ്യുകയാണ്. കാരണം നമ്മുടെ നിവിന് വേറെ ആർക്കും കോയിൻസ് കൊടുക്കുന്നില്ല. അദ്ദേഹം ഒരു കോയിൻ എന്തോ ആർക്കും കൊടുത്തിട്ടുണ്ടെന്നോ അതല്ല അനീഷിന് കൊടുത്തു. ബാക്കി 9 കോയിനും കൊണ്ട് നമ്മുടെ ആര്യന് കൊടുത്തു. അതുപോലെ അക്ബർ 5 കോയിൻസ് കൊണ്ട് കൊടുത്തു. ബാക്കി എല്ലാവരും അങ്ങനെ കോയിൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോയിൻസ് നേടിയദ്ദേഹം 28 കോയിൻസിലെത്തി നിൽക്കുകയാണ്. അത് അനുവിന് സാധിച്ചിട്ടില്ല. അങ്ങനെ ആരും ജയിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനുവിന് അത് ഓർത്തൊരു സങ്കടം. കാരണം എനിക്ക് കിട്ടേണ്ട സാധനം നഷ്ടപ്പെട്ടു പോയില്ലേ. പക്ഷെ അത് അനു പറയുന്നത് അനുമോളും നല്ല രീതിക്ക് ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പിടിക്ക് മേലില് നമ്മുടെ ആര്യനാണ് നൽകുന്നത്. അദ്ദേഹം ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. കാരണം അതൊരു ക്യാരക്ടർ, അതായത് മെയിൽ ടു ഫീമെയിൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോയി അഭിനയിച്ച ഒരു ക്യാരക്ടറാണ്. അനുമോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോള് മോശമാണെന്നല്ല കേട്ടോ, പക്ഷെ അനുമോള് പ്രതീക്ഷിച്ചു അനുമോക്ക് കിട്ടുമെന്ന്. പക്ഷെ അതിനകത്ത് ഒരു ഗെയിം നടന്നില്ലയോ, നമ്മുടെ നെവിന്റെ ഒരു വലിയ ബ്രില്യൻ ഗെയിമാണ്. അത് പിന്നീട് എപ്പിസോഡിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് അങ്ങനെ ആ ടാസ്ക് ഫൈനലി വിൻ ചെയ്തത് നമ്മുടെ ആര്യനാണ് 28 കോയിൻസുമായിട്ട്. അപ്പം അടുത്ത ആഴ്ചയിൽ ഒരു സ്പെഷ്യൽ പവർ ആര്യന് കിട്ടുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതെന്താണെന്ന് റിവീൽ ചെയ്തിട്ടില്ല. അത് അടുത്ത ആഴ്ച മാത്രമേ നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നീട് അവിടെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ വീക്കിലത്തെ കിച്ചൺ ടീമിൽ ഒരു ഇച്ചിരി കൂടെ വലിയ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇന്നത്തെ പിന്നെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റേ ആര്യന മാവ് കുഴച്ചിട്ട് തുറന്നു വെച്ച ആ ഒരു വിഷയമാണ്. അതിനകത്തും പല ആൾക്കാരും ചെന്ന് മാനിപ്പുലേഷൻ നടത്താനെ കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. ആര്യന്റെ കുറ്റം ആരും സമ്മതിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അനുമോള് നമ്മുടെ കിച്ചൺ ടീമിന് എന്ന് മാറിയോ കിച്ചണിന്റെ ഭാഗത്ത് സമാധാനമുണ്ട്, അധികം വഴക്കുകളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡിന് അടിയില്ല. എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ. അത് ശരിയാണ്. ഫുഡൊക്കെ പ്രോപ്പർലി എല്ലാവർക്കും അനു തന്നെ വിളമ്പണമെന്നൊന്നുമില്ല. ഇന്ന് ഞാൻ നോക്കിയപ്പോഴും നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് അവസാന നിമിഷത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ ആര്യന് നിന്ന് വിളമ്പുന്നുണ്ട്. അദ്ദേഹം പ്ലേറ്റിൽ ഓരോരുത്തരോട് കൊടുക്കുന്നത് ഒരു വിഷയമില്ല, എല്ലാവരും വന്ന് വായിക്കുന്നു പോകുന്നു. അവിടെ വേറെ ഒരു കാര്യം പറയണം, ലക്ഷ്മിയും അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്റ്റൻസി ചെയ്യുന്നുണ്ട്. കുറച്ച് മുൻകോപമൊക്കെ എടുത്തുചാട്ടമൊക്കെ ഉണ്ട് എന്നു പറഞ്ഞാലും ഒരു ഇച്ചിരി കൺട്രോൾഡ് ആയിട്ട് നിന്ന് ക്യാപ്റ്റൻസി എന്ന. പിന്നെ നമ്മുടെ നെവിനോട് അനു അതിൻ്റെ ഇടയ്ക്ക് മുമ്പത്തെ പറഞ്ഞ ഇഷ്യൂവിനകത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. 9 കോയിൻസ് കൊടുത്ത് നീ അവിടെ കൂട്ടുകാരന് വേണ്ടി കൊടുത്ത് ഫേവറിറ്റിസം ചെയ്തതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ നെവിനെ സമ്മതിക്കുന്നുണ്ട്, അതെ ഞാൻ കൊടുത്തതാണ്, നിനക്ക് കിട്ടരുതെന്ന് എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് പറയുന്നത്. നെവിനെ നോമിനേഷനകത്ത് കിട്ടതിന്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് നെവിൻ തിരിച്ച് ആ ഗെയിം മറിച്ചത്. അതായത് അത് പക്ഷെ നെവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നെവിന് ഓൾറെഡി അദ്ദേഹം എങ്ങനെ ആയിരിക്കും, എന്നെ ആര് നിങ്ങൾ വിശ്വസിക്കരുത്, ഞാൻ എപ്പോൾ വേണേലും മലക്കഞ്ചാടും വിളിക്കുന്ന ക്യാരക്ടറാണ് നെവിന്റെ ഗെയിം. നെവിൻ അവിടെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നെവിൻ ഏത് സമയത്തും എങ്ങോട്ട് വേണേലും ചാടും എന്നുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് നെവിൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നെവിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടെ നിന്ന് ചതിച്ചു എന്നുള്ളൊരു കേസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നെവിൻ്റെ കാര്യത്തിൽ അത് നമുക്ക്, കാരണം അവൻ ചതിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ആരെ വേണേലും എപ്പോൾ വേണേലും ചതിക്കും. സാഹചര്യത്തിനനുസരിച്ച് അനുകൂല സാഹചര്യങ്ങളിലേക്ക് മാറുന്നയാളാണ് നെവിൻ. അതുകൊണ്ട് ഇവിടെ അനുവിന്റെ നമുക്ക് കേസില് നമുക്ക് രൂപയിലായിരിക്കുന്നത് അനു നല്ല കുശുമ്പും അസൂയയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ ആര്യനെ കിട്ടുന്നത് അനുവിന് പ്രശ്നമാണത്. എനിക്ക് കിട്ടേണ്ട സാധനം ആര്യന് പോയി എന്നാണ് ചിന്തിക്കുന്നത്. അവിടെ അതിനായിട്ട് ഡിവിനുമായിട്ട് നന്നായി സംസാരം ഉണ്ടാകുന്നുണ്ട്. അത് അക്ബറും അതിനകത്ത് ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഹാപ്പിയാണ്. അതിനല്ലേ അക്ബർ 5 കോയിൻസ് കൊണ്ട് ആര്യന് കൊടുത്തു. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനകത്തും അതേപോലെ ലൈവ് ഒക്കെ കണ്ടവർക്കറിയാം കുറേ സംഭവ വികാസങ്ങളുണ്ട്. ഇപ്പം അവിടെ ഓൾറെഡി ഷാനവാസിൻ്റെ വക ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരു മാനിപ്പുലേഷൻ ഉണ്ട്. അതായത് അനീഷ് ഇങ്ങനൊക്കെയാണ്, പുറത്തുനിന്ന് ഇന്ന സെറ്റ് ചെയ്ത് വന്നതാണ്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിച്ച് മുന്നോട്ട് പോകാനെ കൊണ്ടുള്ള പ്ലാനാണ്. എനിക്കറിയത്തില്ല ഏത് ഉറ്റ സുഹൃത്താണ് അങ്ങനെ പോയി പറയുന്നെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഷാനവാസ് ഇനിയും ദയവ് ചെയ്ത് അനീഷിൻ്റെ അടുത്തായിട്ട് സുഹൃത്ത് എന്നുള്ള രീതിയിൽ പോകാനെ കൊണ്ട് ഉദ്ദേശിക്കരുത്. നിങ്ങൾ ജിഷിൻ പറഞ്ഞതുപോലെ ജിഷിൻ്റെ ആ
എക്സിറ്റ് ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടതാണ്. ഷാനവാസ് അവിടെ നിൽക്കുന്ന പക്ക ഫേക്കാണെന്നാണ് ജിഷിൻ പറയുന്നത്. കാരണം ആദില നൂറെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അവരുടെ കുറച്ച് വോട്ടും കൂടെ ഷാനവാസിന് മറിയും. പിന്നെ ഷാനവാസിൻ്റെ പുറത്തെ സ്വഭാവം എന്താണെന്ന് ജിഷിന് നല്ലപോലെ അറിയാം. ആദില അന്ന് ബാക്ക് സ്റ്റാബ് ചെയ്തപ്പോൾ ആ വിഷയം പൊളിച്ചെടുക്കാനിരുന്ന ഷാനവാസ് പിറ്റേ ദിവസം ആദിലയുമായിട്ടെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ഇപ്പൊ പക്ക പറഞ്ഞാണല്ലോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഈ ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും വലിയ ബാക്ക് സ്റ്റാബർ ഷാനവാസാണെന്ന് നമുക്ക് പറയാം. കാരണം സൗഹൃദങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിനകത്തൊക്കെ അഭിപ്രായ വ്യത്യാസം. അവിടെ ഞാനൊരു കാര്യം, അക്ബറിനെ നിങ്ങൾ നോക്കിക്കേ. അക്ബറും പറയേണ്ട അടുത്ത് പറയും, കാര്യങ്ങൾ പറയും. അതിപ്പം അനീഷുമായിട്ടാണെന്ന് പറഞ്ഞാലും അനുമോളുമായിട്ടാണെന്ന് പറഞ്ഞാൽ വേറെ ആരാണെന്ന് പറഞ്ഞാലും നെഗറ്റീവ് പറയേണ്ട കാര്യം പറയും. ഫ്രണ്ട്ഷിപ്പിൽ അദ്ദേഹം ഉറച്ചു നിന്ന വ്യക്തിയാണ് അക്ബർ. പക്ഷെ ഇതുപോലെ ഇത് ചതി ചെയ്യുന്ന രീതിയിലേക്ക് അക്ബർ പോയിട്ടില്ല, മനസ്സിലായില്ലേ? അതായത് ഷാനവാസ് ഇപ്പം ഈ ചെയ്യുന്നത് പോലെ, അതായത് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം അവിടെ നിലവിൽ അപ്പാനി ഉണ്ടായിരുന്നെന്ന് വെക്കുക. അപ്പാനി ഉള്ള കേസിൽ അക്ബർ ഒരു സുപ്രഭാതത്തിൽ ഈ കോംബോ ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു സൗഹൃദം വേണ്ട എന്നുള്ള രീതിയിൽ അപ്പാനിക്കിട്ട് പണി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ലാസ്റ്റ് നിമിഷം വരെ അങ്ങനെ ചെയ്തിട്ടില്ല. അതൊക്കെയാണ് ഷാനവാസിൽ നിന്ന് അക്ബറിനെ വ്യത്യസ്തനാക്കുന്നത്. ഷാനവാസിനെക്കാട്ടി ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് അക്ബർ എന്ന് നമുക്ക് തോന്നിയതിന്റെ കാരണം അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് നമുക്ക് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചത് തന്നെ. എന്തായാലും 67ാമത്തെ ദിവസമായിരുന്നു ഇന്ന്. ഇനിയും കുറച്ച് ദിവസങ്ങളെ ഉള്ളു. എന്തൊക്കെ നടക്കും, എന്തൊക്കെ മാറി മറിയും, ആരുടെയൊക്കെ സ്വഭാവങ്ങൾ ചേഞ്ച് ചെയ്യും എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളിതുവരെയും ഒരു ഒറ്റ വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. അവിടെ ഏകദേശം ഗെയിം കളിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ പറയുന്ന അനീഷിന് പോലും അവിടെ നെഗറ്റീവ് ഉണ്ട്. അനീഷ് ഇപ്പം കുറച്ച് ചൊറിച്ചൽ സ്ട്രാറ്റജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആദ്യത്തെ സമയത്തെ തന്നെ. അത് അനീഷിന് നല്ലതല്ല. എത്രത്തോളം അത് മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ രീതിയിലത്തെ ഗെയിമൊക്കെ ഷാനവാസ് കളിക്കുമ്പോൾ പുറത്ത് സ്വാഭാവികമായിട്ട് അനീഷിന് സപ്പോർട്ട് കൂടും, മനസ്സിലായില്ലേ? നല്ല രീതിയിൽ സപ്പോർട്ട് കൂടും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഉപരിയായിട്ടേ ആ സപ്പോർട്ട് കൂടി പോകത്തുള്ളൂ. അപ്പം ഗെയിമുകളൊക്കെ മനസ്സിലാക്കി കളിക്കാനെ കൊണ്ട് ശ്രമിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ ഇങ്ങനെ റിവ്യൂ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ അടുത്ത് നമുക്ക് പോയി പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവരുടെയൊക്കെ മുഖങ്ങൾ അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു മാക്സിമം വരെയൊക്കെ ഷാനവാസൊക്കെ പിടിച്ച് നിന്നു. ഇനിയിപ്പോൾ പറ്റത്തില്ല. ഈ വീക്കിൽ ഇനി ആര് പോകുമെന്നൊന്നും അറിയത്തില്ല. വോട്ട് ചെയ്യുന്നവർ ദയവ് ചെയ്ത് നല്ല രീതിക്ക് കളിക്കുന്നവരെ മാത്രം വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അല്ല ഒന്നും ചെയ്യാതിരിക്കുന്നവരെയൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. ഇല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലെ ആഴ്ചകൾ അതൊക്കെ വളരെ ക്രൂഷ്യലായിട്ട് ഗെയിമിനെയും ബാധിക്കും. കളിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പുറത്തും പോകും. അല്ല ഒന്നും ചെയ്യാതിരിക്കുന്നവരൊക്കെ അവിടെ. അപ്പോൾ വോട്ടിംഗ് ഒക്കെ നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നാളത്തെ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നാളെ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്താൽ നമുക്കത് ഉപകാരമാണ്. അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ടും ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ടും ഞങ്ങൾ നാളെ കാണാം. അപ്പം ശുഭരാത്രി, സുഖനിദ്ര.